പ്രിയപ്പെട്ട കുട്ടികളെ, ഈ ചാനലിൽ കൂടെ സംസാരിച്ചിട്ട് കുറച്ച് നാളായി. ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് സർദാർ വല്ലഭായ് പട്ടേൽ എന്ന മഹത് വ്യക്തിയെക്കുറിച്ചാണ്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ്, ഇന്ത്യയുടെ ഏകീകരണത്തിൻ്റെ ശില്പിയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ വലിയൊരു നേതാവായിരുന്നു. ഇങ്ങനെ പലവിധ വ്യക്തിത്വങ്ങളുള്ള പട്ടേലിനെയും തലവൻ എന്നർത്ഥം വരുന്ന സർദാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ ജനനം ഗുജറാത്തിലാണ്. 1875 ഒക്ടോബർ 31 അദ്ദേഹം ജനിച്ചത്. അച്ഛൻ്റെ പേര് ജാബേർ ഭായ് പട്ടേൽ, അമ്മ ലാഡ് ഭായ്. ചെറുപ്പം മുതൽ തന്നെ അനീതിക്കെതിരെ ശബ്ദമുയർത്തി അതിനുവേണ്ടി പ്രവർത്തിച്ചു. പിന്നീട് അദ്ദേഹം ഒരു ബാരിസ്റ്ററായി, വക്കീലായി മാറി. ഗാന്ധിജിയുടെ സ്വരാജ് എന്ന ആശയത്തിൽ ആകൃഷ്ടനായിട്ട് അദ്ദേഹം സ്വാതന്ത്ര്യ സമരത്തിൽ ഇടപെട്ടു, ജയിൽവാസമൊക്കെ അനുഭവിക്കുകയും ഒക്കെ ചെയ്തു. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ആദ്യത്തെ ആഭ്യന്തരമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായിരുന്നു പട്ടേൽ. ഏതാണ്ട് 565 നാട്ടുരാജ്യങ്ങളെയും മറ്റും ഒന്നിച്ച് ഇന്ത്യയെ ഒന്നാക്കിയ പട്ടേലിനെ ഇന്ത്യയുടെ അയൺമാൻ, ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെട്ടു. മറ്റുള്ളവർക്ക് വേണ്ട ത്യാഗം ചെയ്യുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. എതിരാളികൾ പോലും അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു. അത്തരം ഒരു നല്ല വ്യക്തിത്വമായിരുന്നു പട്ടേലിൻ്റേത്. പല പ്രാവശ്യം അദ്ദേഹം ജയിൽ ശിക്ഷയൊക്കെ അനുഭവിച്ചു. അങ്ങനെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജനങ്ങളോടൊപ്പം നിന്ന് ജനങ്ങളെ ഉദ്ബോധിപ്പിക്കാൻ അദ്ദേഹം വളരെയധികം പ്രയാസപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിമ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രതിമയാണ്. ഏതാണ്ട് 240 മീറ്റർ ഉയരമുള്ള ഈ പ്രതിമ ഗുജറാത്തിലാണ്. ഇതുകൂടാതെ അവിടെ ഒരു സന്ദർശകർക്ക് കാണാവുന്ന ഒരുപാട് കാര്യങ്ങൾ അവിടെയുണ്ട്. അവിടെ സംഗ്രഹാലയമുണ്ട്, ഉദ്യാനങ്ങളുണ്ട്. ഏതായാലും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറേ നേരം നമുക്ക് കാണാനുള്ള വക അവിടെ ഉണ്ട്. ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ഈ സിമെൻറ്റ് പ്രതിമയിൽ വെങ്കലം കൊണ്ടാണ് അത് പൊതിഞ്ഞിരിക്കുന്നത്. ഇത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടിയാണ് നിർമ്മിക്കപ്പെട്ടതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. എന്തായാലും ധാരാളം ടൂറിസ്റ്റുകളുടെ ഒരു ആകർഷണ സ്ഥലമായി മാറി സ്റ്റാച്യു ഓഫ് യൂണിറ്റി. 1950 ഡിസംബർ 15 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പൂർണ്ണ വിവരങ്ങളൊക്കെ കിട്ടാനായിട്ട് ധാരാളം പുസ്തകങ്ങളൊക്കെ നമുക്ക് കിട്ടാനുണ്ട്. അതൊക്കെ നിങ്ങൾ സൗകര്യം പോലെ എടുത്ത് വായിച്ച് കുറേ കൂടുതൽ മനസ്സിലാക്കുക.